നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത് അരവിന്ദൻ്റെ അവസാനത്തെ ചടങ്ങുകളൊക്കെ പുഴയുടെ തീരത്ത് വെച്ച് നടത്തുന്നതാണ് കേട്ടോ. അങ്ങനെ കർമ്മിയാണെങ്കിൽ ആരെ കൊള്ളി വയ്ക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ജയബാലനാണെങ്കിൽ വിനീതനെ കാണിച്ചിട്ട് ഇവൻ ചെയ്യും, ഇവൻ മരിച്ചുപോയ ആളുടെ അനന്തരവനാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കർമ്മിയാണെങ്കിൽ അതെന്താ അനന്തരവൻ ചെയ്യുന്നത്, മരിച്ചുപോയ ആൾക്ക് മക്കളില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗംഗയും കാവേരിയും പറയുന്നുണ്ട് ഞങ്ങളുണ്ട്, ഞങ്ങളാണ് മക്കളെന്ന് പറയാം കേട്ടോ. നേരം കർമ്മിയാണെങ്കിൽ പെൺമക്കളോ, പെൺകുട്ടികൾക്ക് കൊള്ളി വയ്ക്കാനൊന്നും പാടില്ല, ആൺമക്കളില്ലേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജയബാലൻ പറയാണ് അത് പിന്നെ മരിച്ചുപോയ ആൾക്ക് 4 പെൺമക്കളാണ്, ആൺമക്കളില്ല, അതുകൊണ്ടാണ് വിനീത് ചെയ്തോളൂ എന്ന് ഞാൻ പറഞ്ഞത്. അന്നേരം കാവേരി പറയുന്നുണ്ട് അങ്കിളെ, ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിരിക്കുന്നു, ഞങ്ങളുടെ അച്ഛൻ്റെ അവസാനത്തെ കർമ്മങ്ങളും ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് പറയണം കേട്ടോ. അപ്പോൾ നിവിനും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ തന്നെ നടന്നോട്ടെ അങ്കിളെ, ആൺമക്കളില്ലാത്തവർക്ക് പെൺമക്കൾ ചെയ്യുന്നതല്ലേ നല്ലതെന്ന് പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ജയപാലനാണെങ്കിലും ഒന്നും മിണ്ടാതെ കൈയും കെട്ടി നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം അവർ തന്നെ ചെയ്തോട്ടെ എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ ഗംഗയും കാവേരിയും യമുനയും കൂടിയിട്ട് ഒരുമിച്ച് നിന്ന് അരവിന്ദൻ്റെ അവസാനത്തെ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കുകയാണ് കേട്ടോ. ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയിട്ട് എല്ലാവരും തിരികെ വീട്ടിലേക്ക് തന്നെ എത്തുവാണ് കേട്ടോ. അവിടെ എത്തിയ ശേഷം അരവിന്ദൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ തിരി തെളിയിച്ച് എല്ലാവരും മൗനമായിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ജയബാലനാണെങ്കിൽ എല്ലാവരെയും നോക്കുന്നുണ്ട്, ഓരോരുത്തരെയായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജയബാലൻ പറയുകയാണ്, ശാരദ നിങ്ങളിങ്ങനെ വിഷമിച്ചിരുന്നാലോ, അരവിന്ദൻ്റെ മരണം ആർക്കും സഹിക്കാൻ കഴിയുന്നതല്ല. ആർക്കൊക്കെ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ അരവിന്ദൻ്റെ മരണം എന്നിലുണ്ടാക്കിയ നിരാശ എത്രയാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ശാരദയാണെങ്കിൽ തിരികെ പറയാണ്, അരവിന്ദേട്ടൻ ഇല്ലാതെ എങ്ങനെയോ ജയബാലേട്ട ഞാൻ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുന്നത്, 4 മക്കളുടെയും വിവാഹവും അവരുടെ തുടർന്നുള്ള ജീവിതമൊക്കെ അരവിന്ദേട്ടൻ്റെ സ്വപ്നമായിരുന്നു. എന്നിട്ട് അതിലൊരാളുടെ വിവാഹം പോലും കാണാൻ കഴിയാതെ അരവിന്ദേട്ടൻ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ശാരദ കരയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് എനിക്ക് ഇനി ജീവിച്ചിരിക്കണമെന്നില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ മോൻ്റെ അടുത്തേക്ക് പോയാൽ മതി എന്ന് പറയാം കേട്ടോ. അപ്പോൾ ജയബാലനാണെങ്കിൽ എണീറ്റിട്ട് പറയണം, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, ഒരാൾ പോയെന്ന് കരുതിയിട്ട് കൂടെയുള്ളവരൊക്കെ മരിക്കുകയാണോ വേണ്ടത്? ശാരദേ, രാധമ്മയുടെ പ്രായമല്ല നിനക്ക്, ഇനി മക്കളെ നോക്കേണ്ടത് നീയാണ് എന്ന് പറഞ്ഞിട്ട് ജയബാലനാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്തിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, അരവിന്ദനെ പോയിട്ടുള്ളൂ, പക്ഷേ അരവിന്ദൻ്റെ കൂട്ടുകാരനായ ജയബാലൻ ഇവിടെയുണ്ട്. അരവിന്ദൻ ആഗ്രഹിച്ചതുപോലെ അരവിന്ദൻ്റെ മക്കളുടെ വിവാഹം ഞാൻ നടത്തും, അതിലാർക്കും ഒരു സംശയവും വേണ്ടാന്ന് പറയാണ് കേട്ടോ. അങ്ങനെയൊക്കെ അറിഞ്ഞു തളർന്നിരിക്കുന്ന ഗംഗയുടെ അടുത്തേക്ക് ചെന്നിട്ട് ജയബാലൻ പറയാണ്, മോളെ നീ വിഷമിക്കണ്ട, നിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നിൻ്റെ അച്ഛൻ എങ്ങനെയൊക്കെയാണോ നിൻ്റെ വിവാഹം നടത്താൻ ആഗ്രഹിച്ചത് അതുപോലെ ഈ ജയബാലൻ അങ്കിൾ നിൻ്റെ വിവാഹം നടത്തിത്തരും, നീ ആഗ്രഹിച്ച വിവാഹം തന്നെ നടക്കും എന്ന് പറഞ്ഞിട്ട് ഗംഗയെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ജയബാലനാണെങ്കിൽ രാധമ്മയോടും ശാരദയോടും യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ. കൂടെ തന്നെ വിശാലും നിവിനും ജയബാലനോടൊപ്പം പോകുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും വീണ്ടും അവിടെ ഒറ്റയ്ക്കാവുകയാണ് കേട്ടോ. ഗംഗയാണെങ്കിൽ വിഷമം സഹിക്കാൻ വയ്യാതെ അരവിന്ദൻ്റെ ഫോട്ടോയിൽ തന്നെ നോക്കിയിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് രാത്രിയാവുമ്പോൾ യമുനയും നിളയും കാവേരിയും ഒരുമിച്ച് കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. കാവേരിക്കാണെങ്കിൽ ഉറക്കം വരാനിട്ട് കാവേരി എണീറ്റിരുന്ന് അച്ഛൻ്റെ ഫോട്ടോയിൽ തന്നെ നോക്കിയിരിക്കുകയാണേ. കുറേ നേരം ഫോട്ടോ നോക്കിയിരുന്ന ശേഷം കാവേരിയാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. പുറത്തേക്ക് വരുമ്പോൾ അവിടെ ശാരദയാണെങ്കിൽ ഉറങ്ങാതെ അരവിന്ദൻ്റെ ഫോട്ടോയ്ക്കരികിൽ തന്നെ അങ്ങനെ ചാരിയിരിക്കുകയാവും. അങ്ങനെ കാവേരിയാണെങ്കിൽ കുറേ നേരം അമ്മേനെയും മുത്തശ്ശീനെയും നോക്കി നിന്നിട്ട് വീണ്ടും പുറത്തേക്ക് വരികയാണ്. അവിടേക്ക് വരുമ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് വിനീതാണെങ്കിൽ അവിടെ നിന്നിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടാവും കേട്ടോ. പന്തൽ കെട്ടാൻ വന്നവർക്കൊക്കെ കാശ് കൊടുക്കാനായിട്ട് പിന്നീട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടാണ് കാവേരി അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്നാണെങ്കിൽ കാവേരിക്ക് അരവിന്ദൻ തൻ്റെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കണതായിട്ട് തോന്നുകയാണ് കേട്ടോ. അങ്ങനെ കാവേരിയാണെങ്കിൽ ദൂരേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് അച്ഛ അച്ഛ എന്ന് വിളിക്കുകയാണ്. അങ്ങനെ പന്തലുകാരനെ പറഞ്ഞയച്ച ശേഷം വിനീത് നോക്കുമ്പോഴാണെങ്കിൽ കാവേരി ദൂരേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് സംസാരിച്ച് നിൽക്കുമായിരിക്കും. അങ്ങനെ വിനീതാണെങ്കിൽ സംശയിച്ചിട്ട് കാവേരിയുടെ അടുത്തേക്ക് വന്ന് കാവേരിയെ വിളിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് കാവേരി നോക്കുമ്പോഴാണെങ്കിൽ അരവിന്ദൻ അവിടെ എവിടെയും ഉണ്ടാവില്ല. അങ്ങനെ കാവേരിയാണെങ്കിൽ ഞെട്ടിയിട്ട് വിനീതിനെ നോക്കുകയാണ്. അച്ഛൻ തൻ്റെ മുന്നിൽ വന്ന് സംസാരിച്ചതായിട്ട് തനിക്ക് തോന്നിയതാണെന്ന് കാവേരിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ.